അവരുടെ കരിയർ സെറ്റാവാൻ ഒരു 30 വയസ്സൊക്കെ എടുക്കുന്നുള്ളതാണ്. ഐഡിയൽ ആയിട്ടുള്ള ഒരു സാലറി സ്കെയിലിലേക്ക് അയാൾ എത്താൻ ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ നേടിയെടുക്കാൻ 9ഓളം വർഷം അയാൾ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. അത്രയ്ക്കും സമയം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർ നല്ല പെയ്ഡ് ആയിട്ടുള്ള ഒരു ജോബിലേക്ക് എത്തിപ്പെടുള്ളൂ. അവരുദ്ദേശിക്കുന്ന ഒരു സാലറി സ്കെയിലിലേക്ക് പോകാൻ വേണ്ടി പറ്റുക. ആ ഒരു ജോബിലേക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ നിങ്ങൾ നേടിയെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കരിയറും അത്ര വേഗത്തിൽ തന്നെ സെറ്റാവും എന്നുള്ളതാണ് വസ്തുത. 9 വർഷമൊന്നും എടുക്കണ്ട ശരിക്കും. BCom BBA ഗ്രാജുവേറ്റ്സൊക്കെയും പലപ്പോഴും ചിന്തിക്കുന്നത് അവരുടെ കരിയർ സെറ്റാവാൻ ഒരു 30 വയസ്സൊക്കെ എടുക്കുന്നുള്ളതാണ്. അത്രയ്ക്കും സമയം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർ ഒരു നല്ല പെയ്ഡ് ആയിട്ടുള്ളൊരു ജോബിലേക്ക് എത്തിപ്പെടുള്ളൂ. അപ്പോഴാണ് അവർക്ക് കൃത്യമായിട്ടുള്ള പ്രൊമോഷൻസൊക്കെ കിട്ടുക. അവരുദ്ദേശിക്കുന്ന ഒരു സാലറി സ്കെയിലിലേക്ക് പോകാൻ വേണ്ടി പറ്റുക. ന്യൂമറസ് ആയിട്ടുള്ള ഓപ്ഷനുകൾ, ദാറ്റ് മീൻസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് ഒക്കെയും ഈ ഒരു ഏജൊക്കെ ആകുമ്പോഴത്തേക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അവർ പൊതുവെ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരു ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾ ഗ്രാജുവേഷൻ കഴിയണമെങ്കിൽ ഒരു 20 വയസ്സ് അല്ലെങ്കിൽ 21 വയസ്സ് ആ ഒരു റേഞ്ചിലാണ് ഒരാൾ ഡിഗ്രി ഹോൾഡറായിട്ട് മാറുന്നത്. അത് കഴിഞ്ഞ് 9 വർഷത്തോളം അദ്ദേഹം ഈ കരിയർ സെറ്റാകാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന ഐഡിയൽ ആയിട്ടുള്ള ഒരു സാലറി സ്കെയിലിലേക്ക് അയാൾ എത്താൻ ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ നേടിയെടുക്കാൻ 9ഓളം വർഷം അയാൾ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, നേരെ മറിച്ച് ഈ ഗ്രാജുവേഷൻ്റെ കൂടെ തന്നെയോ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് എഫക്റ്റിലോ ആ ഒരു ജോബിലേക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ നിങ്ങൾ നേടിയെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കരിയറും അത്ര വേഗത്തിൽ തന്നെ സെറ്റാവും എന്നുള്ളതാണ് വസ്തുത. 9 വർഷമൊന്നും എടുക്കണ്ട ശരിക്കും. 9 മാസം കൊണ്ടോ അല്ലെങ്കിൽ 6 മാസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എൻറ്റയർ സ്കില്ലും നിങ്ങൾ നേടിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയർ ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആക്ച്വലി ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഈ സ്കിൽ കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ആവുന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. എല്ലാ സ്കിൽ കോഴ്സുകളും എസ്പെഷ്യലി ഫിൻസ്കോമിൻ്റെ CFMB പോലുള്ള സ്കിൽ കോഴ്സിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു ഫിനിഷിങ് സ്കൂൾ പോലെയാണ്. ഒരു ഇൻഡസ്ട്രിയിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരാൾക്ക് വേണ്ടുന്ന എല്ലാ സ്കില്ലുകളും, അതിപ്പം ലാംഗ്വേജ് സ്കില്ലായിക്കോട്ടെ, ഇൻ്റർവ്യൂ സ്കില്ലായിക്കോട്ടെ, ഇനി അതല്ല എക്സൽ പോലുള്ള ഗൂഗിൾ ഷീറ്റ് പോലുള്ള ഒരു ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലുകളായിക്കോട്ടെ, അതോടൊപ്പം തന്നെ ഒരു കോർപ്പറേറ്റ് എറ്റിക്കറ്റ്സ് ആയിക്കോട്ടെ, ഇങ്ങനെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇത്തരം കോഴ്സിലൂടെ ഇമ്പാർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സോ CFMB പോലുള്ളൊരു കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഡിഗ്രി കഴിഞ്ഞ് ഈ കോഴ്സിൽ കൂടി കഴിയുമ്പോഴത്തേക്കും അയാൾ ഉദ്ദേശിക്കുന്ന ഒരു കരിയർ പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളത് വളരെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്.